കഥകളിയുടെ പരിശീലനം ഞാൻ ഒരു 30 കൊല്ലം 35 കൊല്ലം മുമ്പാണ് ഇത് കലാമണ്ഡലത്തിലാണ് ആദ്യമായിട്ട് ക്ലാസ്. 1978-79 കലാമണ്ഡലത്തിൽ ചുട്ടി അഭ്യസിക്കാൻ തുടങ്ങിയത്. ഈ മുമ്പേ കഥകളിയോട് വലിയ താല്പര്യമായിരുന്നു, കഥകളി പഠിക്കണം എന്നാണ് ഉദ്ദേശം ഉണ്ടായിരുന്നത്. പക്ഷേ അത് സാധിക്കാത്ത വന്നു. ചില കുടുംബത്തിലെ പ്രശ്നം കാരണം അത് പറ്റിയില്ല. പിന്നെ ചിത്രം വരയോട് താല്പര്യമുള്ള സ്ഥിതിക്ക് പിന്നെ ചുട്ടിയിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം വന്നത്. അങ്ങനെ ചുട്ടിയിൽ ആണ് എനിക്ക് കലാമണ്ഡലത്തിൽ ചേരാൻ ആഗ്രഹം ഉണ്ടായത്. ഇതിനു വേണ്ടിയിട്ട് അരിമാവിൻ്റെ ചുട്ടിയും പേപ്പർ ചുട്ടിയും നമ്മളുള്ള അരിമാവ് പണ്ട് കാലങ്ങൾ ഒരു 50-55 വർഷം മുമ്പേ അരിമാവ് കൊണ്ടാണ് ചുട്ടി കുത്തിയിരുന്നത്. അതിന് കുറേ കൂടുതൽ സമയം പിടിക്കും. മാത്രമല്ല അത് ചുട്ടി കഴിഞ്ഞ് എന്തെങ്കിലും പൊട്ടി അടർന്നു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിന് ശേഷം പെട്ടെന്ന് ഒരു കളി നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3-4-5 മണിക്കൂറൊക്കെ കിടന്നിട്ട് വേണം ചുട്ടി തീരാൻ. ഇന്നിപ്പോൾ ഈ കടലാസിൻ്റെ ചുട്ടി കണ്ടുപിടിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കൊണ്ട് നമുക്ക് ചുട്ടി കുത്താൻ പറ്റും. അപ്പോൾ സമയമാകുമ്പം ഉണ്ട്, കൂടുതൽ കാണാനും നമുക്ക് ഭംഗിയുണ്ട്, പൊട്ടി പോകാണ്ടിരിക്കാനും എല്ലാം കൊണ്ടും എളുപ്പം അതാണ്. പിന്നെ കാലത്തിനനുസരിച്ചിട്ട് നമുക്ക് പല മാറ്റങ്ങളും വരുത്തേണ്ടതുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഞാൻ കടലാസ് ചുട്ടി ആണ് തുടക്കം പോലെ. അരിച്ചുട്ടി പഠിക്കുമ്പോൾ അരിച്ചുട്ടിയാണ്. പിന്നെ നമ്മൾ കടലാസ് വെട്ടിയിട്ടാണ് നമ്മൾ പിന്നെ വീണ്ടും പഠിക്കുന്നത്. കലത്തിലാണ് ചുട്ടി പഠിച്ചു അരിച്ചുട്ടി. അതൊരു 3-4 മണിക്കൂറൊക്കെ പിടിക്കും ഒരു ചുട്ടി തീരാൻ നമുക്ക്. അതെ. അത് പ്രാക്ടീസ് ആയില്ലേ നമുക്ക് കടലാസ് വെട്ടിയിട്ട് പിടിക്കാനുള്ളവർ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നല്ലൊരു സംരംഭമാണെന്ന് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ കേരളത്തിന് പുറത്ത് വിദേശങ്ങളിൽ ഈ പ്രത്യേകിച്ച് ഈ നാട്ടിൽ ഇങ്ങനെ മലയാളികൾക്ക് ഇത് കാണാനും ആസ്വദിക്കാനും നിങ്ങളൊരു സന്ദർഭം തിരനോട്ടത്തിനെ പോലുള്ള ഒരു സംഘടന ചെയ്ത് വളരെ നല്ലൊരു കാര്യമാണ്. അതിന് തിരനോട്ടം ഭാരവാഹികളുടെയൊക്കെ പ്രത്യേക കടപ്പാടും നന്ദിയുമുണ്ട്. അതുപോലെ ഇനിയും ക്ലാസിക്കൽ കഥകളി കൂടാതെ വേറെ മറ്റുള്ള കലകളും ഇതിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ്. എല്ലാ കലകളും നമ്മൾ ഇവിടുത്തെ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എങ്ങനെയാണ് കഥകളി എന്തായാലും വേണം. കൂടിയാട്ടം കലകൾ, അതുപോലെ തുള്ളൽ, പല കലകളും ഇനിയും ഉണ്ട് നമുക്ക് നാട്ടിലെ കേരളത്തിലെ എല്ലാ കലകളും നമുക്കിവിടെ അല്ല അതിനുള്ള സന്ദർഭം നോക്കി. അതെ. തിരനോട്ടത്തിന്റെ ഉള്ളടക്കം കൂടിയാട്ടം, കഥകളി, മേളം, ഇങ്ങനെയുള്ളൊരു ഉള്ളടക്കത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഇല്ല? പ്രത്യേകിച്ച് എനിക്കൊരു അഭിപ്രായമൊന്നും ഇപ്പോഴുള്ളത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് പോകണം. എല്ലാം വൃത്തിയായിട്ട് തന്നെയാണ്. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാൻ നോക്കാനുള്ള ഒരു ഒന്നും കാണാനില്ല. ഒന്നും കുറവുകളൊന്നുമില്ല. എല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെയാണ്. തൃപ്തിയാണെന്ന് അർത്ഥം. പിന്നെ ഇത് പൊതുവായിട്ടുള്ള ചോദ്യത്തിന് ഒരു കലാരൂപം കഥകളി തന്നെ അതിന്റെ നിലവാരം ഉയർത്തുന്നതിൽ കലാകാരനാണോ മുൻകൈയെടുക്കുന്നത്, പ്രേക്ഷകനാണോ മുൻകൈയെടുക്കുന്നത്, അതോ രണ്ടുപേരും ചേർന്നുള്ള ഒരു? അത് കലാകാരന്മാരും പ്രേക്ഷകർക്കും ഉത്തരവാദിത്തമുണ്ട്. ഒരു കലാകാരൻ ഉയർന്നതോറും പ്രേക്ഷകരുടെ എണ്ണം കൂടും. പ്രേക്ഷകരുടെ എണ്ണം കൂടുമ്പോൾ അനുസരിച്ചിട്ട് കലാകാരന്മാർക്കും മെച്ചമുണ്ടാവും. രണ്ടുപേരും ശ്രദ്ധിക്കണം. ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല.